ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടൊരു നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ? ചോറിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടി വേണ്ടത് കുമ്പളങ്ങയാണ്. ഇത് ഞാൻ ഈ വലിപ്പമുള്ളൊരു കഷ്ണം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് റെഡിയാക്കി വെക്കാം കേട്ടോ. ഇപ്പം ഇതെല്ലാം നമുക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഈ കുമ്പളങ്ങ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. നമുക്ക് എളുപ്പത്തിൽ ചോറിനാൻ വേണ്ടി തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. കൂടുതൽ 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും. ഇത് നല്ല എരിവുള്ള പച്ചമുളകായിട്ട് ഞാൻ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന് അധികം എരിവില്ലെങ്കിൽ കൂടുതൽ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആദ്യം മിതമായി ചേർക്കുക. നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ നോക്കിയിട്ട് ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെള്ളമാണ്. കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. എൻ്റെ ഒരു കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും മീനുമാണ് കേട്ടോ. അങ്ങനെ മീൻ കറിയോ മീൻ വറുത്തതിൻ്റെ കൂടുതൽ ചോറിനാൻ പറ്റിയ ഏറ്റവും സൂപ്പർ ഒരു കറിയാണ് കേട്ടോ ഇത്. നമ്മൾ ഭയങ്കര മനസ്സ് നിറയുന്ന രീതിയിൽ കഴിച്ചു പോകും ചോറ്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 3 നല്ല കൊച്ചുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. കൂടുതൽ 1 കപ്പ് തൈരും നന്നായിട്ടൊന്ന് ഉടച്ച് വെക്കുക കേട്ടോ. ഞാൻ നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വറവിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കൊച്ചുള്ളിയും കടുകും കറിവേപ്പിലയും റെഡിയാക്കി വെക്കുക. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് ആ തേങ്ങയുടെ അരപ്പൊന്ന് വെന്താൽ മതിയാവും. ഇത് ആവശ്യത്തിന് മാത്രമേ ഞാൻ വേവിച്ചിട്ടുള്ളൂ. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ ഇത് വല്ലാതെ ഉടഞ്ഞു പോവും. അങ്ങനെ ഉടഞ്ഞു കിടന്ന ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരപ്പും ഈ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നില്ല കേട്ടോ. നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ എനിക്കിതിന് ഇഷ്ടം. എങ്കിലും ചില ആളുകൾക്ക് ഒത്തിരി പുളിയുള്ള തൈര് ഇഷ്ടമില്ലായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു തിള വന്നാൽ മതിയാവും. ഈ തേങ്ങയുടെ അരപ്പ് പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. ഇപ്പം തേങ്ങയുടെ അരപ്പെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായാൽ മതിയാവും. കാരണം തൈര് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും കേട്ടോ. അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് നല്ല നാടൻ തൈരാണ് കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ കടുക് വറുക്കുമ്പോൾ മുഴുവൻ ഉലുവയിട്ട് കടുകിൻ്റെ കൂട്ടത്തിൽ പൊട്ടിച്ചാലും മതി. രണ്ടും ഒരുപോലെയാണ്. ഞാനിവിടെ പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മതിയാവും. ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതോടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കടുകും കൊച്ചുള്ളിയും അല്ലെങ്കിൽ ഉലുവപ്പൊടി ചേർത്തില്ലെങ്കിൽ ഉലുവയും കൂടുതൽ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ പ്രിപ്പറേഷനൊന്നുമില്ല. വളരെ എളുപ്പമുള്ള വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്ക് ചോറിനാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയാം കേട്ടോ. Bye.